കഥാപാത്രം പ്രേക്ഷകനോട് സംസാരിക്കുന്നതിനെയാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയാറ്. അതിനെക്കുറിച്ച് നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ ഓഡിയൻസിന്റെ ഭാഗത്തേക്കുള്ള ഫോർത്ത് വാൾ എന്ന സാങ്കല്പിക നാലാം മതിൽ തകർക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥവും. എന്നാൽ മറ്റു പല രീതിയിലും ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യാറുണ്ട്. ഒരു നിമിഷം കഥാപാത്രം വിട്ട് നടനായി മാറുന്ന രീതി. ചിലപ്പോൾ അത് നേരിട്ട് പറയാം, ചിലപ്പോൾ ആ നടന്റെ പഴയ സിനിമ റെഫറൻസ് കൊണ്ടായിരിക്കും. അത്തരം സംഭവങ്ങളെക്കുറിച്ചും നാം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നടൻ തന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സിനിമയിൽ കഥാപാത്രം വിട്ടിറങ്ങി വന്നുകൊണ്ട് സംസാരിച്ചാലോ? അത്തരം ഫോർത്ത് വാൾ ബ്രേക്കിംഗ് രംഗങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. മെറിലാൻഡ് സിനിമാസിന്റെ പ്രൊഡക്ഷനിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ഇമോഷണൽ ഡ്രാമയായി സ്ലോ പേസിൽ പോകുന്ന സിനിമയെ ഒരു കോമഡി എന്റർടൈനറാക്കി മാറ്റുന്നത് നിവിൻ പോളിയുടെ കഥാപാത്രമാണ്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയ നിതിൻ മോളി എന്ന കഥാപാത്രത്തെയാണ് നിവിൻ പോളി അവതരിപ്പിക്കുന്നത്. നിവിൻ പോളിക്ക് മലയാള സിനിമാ പ്രേക്ഷകരോട് പറയാനുള്ള പല കാര്യങ്ങളും ആ സിനിമയിലൂടെ നിതിൻ മോളി പറയുന്നുണ്ട്. നമ്മുടെ ശരീരം നമുക്ക് നമ്മുടെ ഇഷ്ടമാണല്ലോ, വണ്ണം വെക്കാം, വണ്ണം കുറയാം. താൻ സിനിമയിലെത്തിയ വഴികളും നേരിട്ട ബോഡി ഷേമിങ്ങിനെ കുറിച്ചുമെല്ലാം ആ കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിവിൻ പോളി തന്നെയാണ് സംസാരിക്കുന്നത്. ആ സിനിമയിൽ പ്രണവ് മോഹൻലാൽ മുരളി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ ഒരു രംഗത്തിൽ മലയാള സിനിമയിലെ പ്രമുഖനായ ഒരു നടന്റെ മകൻ സിനിമയിൽ അഭിനയിക്കാൻ വരാതെ കുന്നും മലയും കയറി നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് ആ കഥാപാത്രം അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ തനിക്ക് ഒരു സ്റ്റെപ്പ് കയറാൻ പോലും കഴിയുന്നില്ല എന്നാണ് പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പറയുന്നത്. 2004 ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് രസികൻ. ആ സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച ശിവൻകുട്ടി എന്ന കഥാപാത്രം തിയേറ്ററിന്റെ മുമ്പിൽ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്ന രംഗങ്ങളുണ്ട്. ബ്ലാക്കിലാ പോയി 11 പടം കാണും, അതാവുമ്പോ 30 കിട്ടും. ദിലീപിന്റെ കഥാപാത്രം ദിലീപിന്റെ തന്നെ സിനിമാ പോസ്റ്റർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷം കഥാപാത്രത്തിൽ നിന്നും വിട്ടിറങ്ങി ദിലീപ് സ്വയം ട്രോളുന്നതാണെന്ന് മനസ്സിലാക്കാം. 2016 സുന്ദർദാസ് സംവിധാനം ചെയ്ത മറ്റൊരു ദിലീപ് ചിത്രമാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ. ആ ഒരു സിനിമയിൽ ദിലീപും രഞ്ജി പണിക്കറുമായുള്ള ചില കോമ്പിനേഷൻ കോമഡി സീനുകളുണ്ട്. ഒരു പഞ്ച് പോരാട്ടം, ഒരു ഉച്ചിഷ്ട അമേദിയൊക്കെ കൂട്ടിക്കൊഴിച്ചിട്ട് ഷിറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ചില സിനിമയിലൊക്കെ പോലെ. സിനിമയിൽ വിവരമില്ലാത്തവന്മാരങ്ങനെ പലതും എഴുതി. ഈ രംഗത്ത് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് രഞ്ജി പണിക്കറായി തന്നെ ഒരു നിമിഷം മാറുന്നുണ്ട്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും പണ്ട് കാലത്ത് അദ്ദേഹം തന്നെ എഴുതിയ കമ്മീഷണറിലെ ഈ ഡയലോഗുകളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ സ്വയം വിമർശനമായിരിക്കാം ഇതെല്ലാം. ദീപു കരുണാകരൻ 2011 സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് തേജാബായ് ആൻഡ് ഫാമിലി. ആ സിനിമയിലെ ഒരു രംഗത്ത് പൃഥ്വിരാജ് നടൻ പൃഥ്വിരാജിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. 2013 രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത ജയസൂര്യ ചിത്രമാണ് പുണ്യാളൻ അഗർബത്തീസ്. ആ സിനിമയിൽ ജോയ് താക്കോൽക്കാരനും കൂട്ടരും റോഡിലെ കുഴികൾ അടക്കുന്ന ഒരു രംഗമുണ്ട്. പോലീസ് വന്ന് അവരെ തടയുകയും ചെയ്യുന്നുണ്ട്. നിന്നോട് ആരാണ് റോഡിലെ കുഴിയടക്കാൻ പറഞ്ഞത്? ഇത് ജയസൂര്യ യഥാർത്ഥ ജീവിതത്തിൽ നേരിട്ട ഒരു സംഭവത്തെയാണ് കാണിക്കുന്നത്. റോഡിലെ കുഴിയടയ്ക്കാൻ നടൻ ജയസൂര്യയും സുഹൃത്തുക്കളും ഇറങ്ങി. യഥാർത്ഥത്തിൽ ജയസൂര്യ സ്വന്തം ചിലവിൽ റോഡിലെ കുഴികൾ അടച്ചിരുന്നു. പിന്നീട് അത് കേസായി മാറുകയും ചെയ്തു. ആ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പുണ്യാളൻ അഗർബത്തീസിൽ ആ രംഗങ്ങൾ ഉൾപ്പെടുത്തിയത്. 2013 അനൂപ് മേനോൻ എഴുതി അജി ജോൺ സംവിധാനം ചെയ്ത ജയസൂര്യ ചിത്രമാണ് ഹോട്ടൽ കാലിഫോർണിയ. നമുക്ക് അനൂപ് മേനോനെ വിളിച്ച് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാം. അവനാകുമ്പോൾ ഇത്ര അപരാധ സബ്ജക്റ്റൊക്കെ എഴുതാൻ നല്ല താല്പര്യം. അനൂപ് മേനോൻ തന്നെയാണ് ഈ ഡയലോഗുകൾ എഴുതിയത്. ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തന്നെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. നാദൃശ സംവിധാനം ചെയ്ത ചിത്രമാണ് മേരാ നാം ഷാജി. ബിജു മേനോൻ, ആസിഫ് അലി, ബൈജു എന്നിവർ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സിനിമയിലെ 3 കഥാപാത്രങ്ങളുടെയും പേര് ഷാജി എന്ന് തന്നെയാണ്. പേരാണല്ലോ ഷാജി. പിന്നല്ലാതെ ഇവിടെ ചിലവന്മാർക്ക് പേരിടും. ബിജു, ബൈജു, ആസിഫ്, പേരുകൾ. അതെ, 3 കഥാപാത്രങ്ങളും അവ ചെയ്യുന്ന നടന്മാരെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. മധു വാര്യർ സംവിധാനം ചെയ്ത മഞ്ജു വാര്യർ ചിത്രമാണ് ലളിതം സുന്ദരം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഈ ഒരു ഡയലോഗ് ചുമ്മാ പറഞ്ഞു പോകുന്നതല്ല, മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ആ ഡയലോഗ് അവിടെ ചേർത്തത്. 2018 ഡിസാസ്റ്റർ ചിത്രം ഒടിയനിൽ മഞ്ജു വാര്യർ തന്നെ പറഞ്ഞ ഡയലോഗായിരുന്നു അത്.
കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. വളരെ സീരിയസ് ആയി പറഞ്ഞ ആ ഒരു ഡയലോഗ് മൊത്തം കോമഡിയായി മാറുകയും സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും ചെയ്തതായിരുന്നു. ആ ഒരു സംഭവത്തെയാണ് ഈ ഡയലോഗിലൂടെ മഞ്ജു വാര്യർ ഓർമ്മിപ്പിക്കുന്നത്. മമ്മൂട്ടി തന്റെ സിനിമകളിലെല്ലാം തന്നെ സ്റ്റൈലിഷായ കൂളിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു ആക്ഷേപമായി അദ്ദേഹത്തിനെതിരെ പലരും പറയാറുമുണ്ട്. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ, ഓരോ സീനിലും മാറ്റി മാറ്റി. 2005 അൻവർ റഷീദ് സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ രാജമാണിക്യത്തിൽ അതിനൊരു ഉത്തരം നൽകുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താൽ മതി. തള്ളേ, അപ്പൊ സാറിന് അറിയാമല്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്ക്നെസ് ആണെന്ന്. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. കഥാപാത്രം വിട്ട് മമ്മൂട്ടി ആയിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡയലോഗ് അദ്ദേഹം പറയുന്നത്. ഇതേ ഒരു സംഭവത്തെക്കുറിച്ച് മമ്മൂട്ടി മറ്റൊരു സിനിമയിലും പറയുന്നുണ്ട്. 2017 അജയ് വാസുദേവ് സംവിധാനം ചെയ്ത മാസ്റ്റർ പീസ് എന്ന സിനിമയിലായിരുന്നു അത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷനാണ്. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. കഥാപാത്രത്തിന്റെ സ്റ്റൈൽ കാണിക്കുന്നതിന് പകരം മമ്മൂട്ടി എന്ന നടന്റെ സ്റ്റേറ്റ്മെന്റ് ആയും അതിനെ കണക്കാക്കാം. ഇതേ സിനിമയിൽ തന്നെ മമ്മൂട്ടി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അര ബ്ലൗസ് ഒക്കെ ആയി വന്ന മേഡത്തെ ഞങ്ങൾ സഹകരിപ്പിക്കും. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠി. ഐ റെസ്പെക്ട് വിമൻ. എന്തിനായിരിക്കും ആ കഥാപാത്രം വീണ്ടും വീണ്ടും ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഐ ഡു റെസ്പെക്ട് വിമൻ. യഥാർത്ഥത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് ആ കഥാപാത്രത്തിൻ്റെതല്ല, അത് മമ്മൂട്ടിയുടെ തന്നെയാണ്. 2016 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ കസബ സിനിമയിലെ ചില ഡയലോഗുകൾ സ്ത്രീവിരുദ്ധമായിരുന്നു. അതൊരു വൻ വിവാദമായി മാറുകയും ഒരുപാട് പേർ ചർച്ച ചെയ്യുകയും ചെയ്തു. എഴുത്തുകാരനിലുപരി ആ ഡയലോഗ് പറഞ്ഞ മമ്മൂട്ടിയിലേക്കും ആ വിവാദം വിരൽ ചൂണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂട്ടി തന്റെ ഈ സിനിമയിൽ തന്റെ സ്റ്റേറ്റ്മെന്റായി ഈ ഡയലോഗ് പറയുന്നത്. 2015 ജോൺ വർഗീസ് സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, നമിത പ്രമോദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് അടി കപ്പ്യാരെ കൂട്ടമണി. ചിത്രത്തിൽ മുകേഷ് അവതരിപ്പിച്ച കഥാപാത്രമാണ് ഫാദർ ആൽഫ്രഡ് കാട്ടുവിളയിൽ. ഫാദർ ടെറസിന്റെ മുകളിൽ സ്റ്റുഡൻസിനെ കാണുമ്പോഴുള്ള ഒരു രംഗമുണ്ട്. അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഈ ഒരു രംഗത്ത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ മുകേഷ് നേരിട്ട ഒരു ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ചാണ്. ഒരാളെ വിളിക്കുന്ന എനിക്ക് മൈലി വിലയിലൂടെ നീ തരുന്നത്. മൈലി വില മേലാൽ വിളിക്കരുത്. പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ. അന്തസ് വേണടാ മനുഷ്യനായി കഴിഞ്ഞാൽ. ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. അന്തസ് വേണോടാ, അന്തസ്. സിനിമയിലെ ഡയലോഗിൽ പലതും തന്നെ മുകേഷ് ആ ഫോൺ കോളിലും പറഞ്ഞത് തന്നെയാണ്. മുകേഷ് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് താൻ നേരിട്ട സംഭവങ്ങളെ പ്രേക്ഷകരെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലും ഇതേ സംഭവങ്ങളെ കുറിച്ച് ദുൽഖർ സൽമാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ് വേണോടാ അന്തസ്. 2015 ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ എഴുതി നാദൃശ സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ജയസൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അമർ അക്ബർ അന്തോണി. ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗായിരുന്നു ഇത്. എന്റെ പൊന്നമ്മച്ചി, സത്യമായിട്ടും എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും അറിഞ്ഞൂടാ. നാട്ടുകാർ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണയാണ്. യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കാനായ സൗത്ത് ഇന്ത്യൻ ഹീറോസിലാരായിരുന്നു. അപ്പം പൃഥ്വിരാജിന്റെ പേര് വന്നിരുന്നു ആൻഡ് വി ഗോട്ട് ടോക്കിംഗ്. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ഡയലോഗിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് സംവിധായകൻ. സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടയിലുള്ള മറ്റൊരു ഡയലോഗായിരുന്നു ഇത്. അനിയായി പെണ്ണുങ്ങളെ വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തലയിടിച്ച് നിലത്ത് വീഴ്ത്തലല്ല, എങ്ങനെ വീഴ്ത്തണമെന്ന് ഈ ഏട്ടൻ കാണിച്ചു തരും. യഥാർത്ഥത്തിൽ അവർ സഹോദരന്മാരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഡയലോഗിലൂടെ. 2011 ത്രീ കിങ്സ് എന്ന കോമഡി ചിത്രത്തിലും ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം അക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്റെ അനിയനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് മതി എന്റെ അംഗം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ ഞാനൊന്ന് പയറ്റാൻ തീരുമാനിച്ചു. 2020 അനൂപ് സത്യൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ശോഭന, കല്യാണി പ്രിയദർശൻ, ദുൽഖർ സൽമാൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് വരനെ ആവശ്യമുണ്ട്. ചിത്രത്തിൽ ജോണി ആന്റണി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഒരു രംഗമായിരുന്നു ഇതെവിടുന്ന് കിട്ടി? ഞാനത് സാറിനൊരു ഗിഫ്റ്റ് ആയിട്ടുണ്ടോ? കൊള്ളാലോ. എനിക്ക് ഈ വിളക്ക് വേണം. നിങ്ങൾ എനിക്ക് ഈ വിളക്ക് തരണം. ഞാനിത് അങ്ങോട്ട് എടുക്കുക. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം വളരെ വൈറലായി മാറിയിരുന്നു. എനിക്ക് ഈ തൃശ്ശൂര് വേണം, നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂര് തരണം, ഈ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക. വൈറലായി മാറിയ ആ പ്രസംഗത്തിലെ ഡയലോഗുകളാണ് ജോണി ആന്റണിയിലൂടെ കഥാപാത്രം പറയുന്നത്.
ഇതുപോലുള്ള റെഫറൻസുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.